Textbook exercise question number 1, page number 59. എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് SSLC എക്സാമിന്. ഇങ്ങനെ ഒരു ചിത്രം തരും, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും തരിക. നിങ്ങൾക്ക് കാണാം ഒരു സർക്കിളിന്റെ ഉള്ളിൽ ഒരു ക്വാഡ്രിലാറ്ററിന്റെ 4 വേർട്ടിസസിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ. അതിൽ ചില ആംഗിൾസ് തന്നിട്ടുണ്ടാവും. Calculate the angles of the quadrilateral in the picture and also the angles between their diagonals. ചിത്രത്തിലെ ചതുർഭുജത്തിന്റെ കോണുകളും വികർണങ്ങൾക്കിടയിലെ കോണുകളും കണക്കാക്കുക. സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. വളരെയധികം ശ്രദ്ധിക്കണം ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. സോ ആദ്യം നമ്മൾ ക്വാഡ്രിലാറ്ററലിന്റെ പേര് കൊടുക്കുക. അതായത് സർക്കിളിലുള്ള പോയിന്റുകൾക്ക് പേര് കൊടുക്കുക. ഇതിന് A എന്ന് കൊടുക്കാം, ഇത് B, ഇത് C, ഇത് D. So ABCD is a cyclic quadrilateral ആണ്. ABCD cyclic quadrilateral ആണെങ്കിൽ എന്താണ് പ്രത്യേകത? നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി എന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ തന്ന ആംഗിൾസിൽ നിന്ന് വേണം തുടങ്ങാൻ. നമുക്ക് തന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ CBD തന്നിട്ടുണ്ട് 30 ഡിഗ്രി. അപ്പൊ അത് മാത്രം ഇപ്പോൾ എടുക്കാം. ഗിവൺ ആംഗിൾ CBD is equal to 30 ഡിഗ്രി. അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ തന്നിരിക്കുന്ന ആംഗിളിന്റെ ഇനിഷ്യൽ പോയിന്റിലും ടെർമിനൽ പോയിന്റിലും വിരലുകൾ വെക്കുക. സോ CBD ആണ് ആംഗിൾ. അപ്പോൾ സിയും ഡിയും ഇനിഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റുമായിട്ട് വരുന്ന വേറെ ഏതെങ്കിലും ആംഗിൾസ് ഇവിടെ കാണുന്നുണ്ടോ? CBD, അതായത് ഈ ഒരു CD എന്ന കോഡാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ മൈനർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഭാഗമാണ്. അപ്പൊ ബാക്കിയുള്ളത് മേജർ സെഗ്മെന്റ്. മേജർ സെഗ്മെന്റിൽ വരുന്ന ആംഗിൾ ഏതൊക്കെയാന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇതവിടെ CBDയും പിന്നെ ഇതാ CAD, ഈ ആംഗിൾ. അപ്പോൾ ഇത് 30 ആണെങ്കിൽ ഇതും എന്താണ്? 30 ഡിഗ്രി ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം therefore ആംഗിൾ CAD is equal to 30 degree. Reason എന്താ? Angles in the same segment. ഓക്കെ, അപ്പൊ 30 ഡിഗ്രി തന്നിരിക്കുന്ന ആംഗിൾ എടുത്തപ്പോഴാണ് നമുക്ക് ഈ ആംഗിൾ കിട്ടിയത്. ഇനി അടുത്ത ആംഗിൾ എടുക്കാം. നമുക്ക് ഈ 50 ഡിഗ്രി എടുക്കാം. അപ്പൊ 50 ഡിഗ്രി ഏതാ തന്നിരിക്കുന്നത്? ആംഗിൾ നോക്കി എഴുതണം. അതിന്റെ 2 അറ്റം എഴുതണം. ഏതാ? BCA or ABC, ACB എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. BCA എന്ന് എഴുതാം. ആംഗിൾ BCA തന്നിട്ടുണ്ട് 50 ഡിഗ്രി എന്ന്. അപ്പൊ B ഇനിഷ്യൽ പോയിന്റ് ആണ്, A ടെർമിനൽ പോയിന്റ് ആണ്. അപ്പൊ അവിടെ രണ്ടിടത്തും വിരലുകൾ വെക്കാം. അപ്പോൾ B ഇനിഷ്യൽ പോയിന്റും A ടെർമിനൽ പോയിന്റുമായിട്ട് വേറെ ഏത് ആംഗിൾ ആണ് ഇവിടെ ഉള്ളത് എന്ന് നോക്കാം. അപ്പൊ നോക്കിയാൽ ബിയിൽ നിന്ന് തുടങ്ങിയാൽ മതി. ബിയിൽ നിന്ന് പോകുന്ന വരകൾ നോക്കാം. BDA, ഏതാ ആംഗിള്? BDA. സോ ഇത് 50 ആണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്? 50 ആണ്. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ BDA. therefore ആംഗിൾ BDA is equal to 50 ഡിഗ്രി. റീസൺ എന്താ? ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ്. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്. ഇനി മൂന്നാമതൊരു ആംഗിളും കൂടെ തന്നിട്ടുണ്ട്. അതേതാണ്? 45 ഡിഗ്രിയാണ്. അപ്പൊ അതേതാ നോക്കാം. 45 ഡിഗ്രി BAC ആണ്. അപ്പൊ ആംഗിൾ BAC is equal to 45 ഡിഗ്രി. അപ്പൊ ബിയും സിയിലും കൈവെക്കുക. എന്നിട്ട് ഈ ബിയിലേക്ക് എത്തുന്നത് എവിടെന്നെങ്കിലും BAC, B ആണ് നമ്മൾ ഇനീഷ്യൽ പോയിന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അവിടുന്ന് പോകുന്ന വരകൾ നോക്കിയാൽ മതി. അതിൽ ഒരു വര നമ്മൾ എയിലേക്കാണ് പോയത്, അത് ഓൾറെഡി നമ്മൾ എഴുതി. ഒരു വര നമ്മൾ ടെർമിനൽ പോയിന്റിലേക്കാണ് പോയത്, അപ്പൊ അത് എഴുതരുത്. അപ്പൊ വേറൊരു വര ഡിയിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് തുടങ്ങാം. BDA. അപ്പൊ ഈ ആംഗിളും 45 എന്താണ്? സെയിം ആണ്. സോ ഈ ആംഗിൾ 45 ഡിഗ്രി. therefore ആംഗിൾ BDC നോക്കിയാൽ മതി. BC, ഇവിടെ BC, BA. ഓക്കെ, BDC അതും 45 ഡിഗ്രിയാണ്. റീസൺ സെയിം ആണ്. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്. അപ്പൊ തന്ന ആംഗിൾസ് വെച്ച് നമുക്ക് വേറെ 3 ആംഗിൾസും കൂടെ കണ്ടെത്താൻ കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ ക്വാഡ്രിലാറ്ററൽ ABCDയുടെ ആംഗിൾസ് ആണ്. അപ്പൊ ABCDയുടെ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററൽ ആണ് തന്നിരിക്കുന്നത്. സോ അപ്പോൾ അതിന്റെ ആംഗിൾസ്, ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്. അത് രണ്ടും കൂട്ടിയാൽ 180 കിട്ടണം.
ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയാൽ 180 കിട്ടണം. ആംഗിൾ ബിയും ആംഗിൾ ഡി കൂട്ടിയാലും 180 കിട്ടണം. അപ്പൊ നമുക്കിവിടെ നോക്കാം. സിൻസ് എ ബി സി ഡി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജമായതുകൊണ്ട് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180 ഡിഗ്രി ആൻഡ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി 180 ഡിഗ്രി. അപ്പൊ നോക്കാം, നമുക്കിവിടെ ആംഗിൾ എ നമുക്ക് മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട്. 45ഉം 30ഉം കൂടെ കൂട്ടുമ്പോൾ 75 വന്നു. ഇവിടെ സിയിൽ ഒരു ഭാഗം നമുക്കറിയാം 50 ആണെന്ന്. 75ഉം 50ഉം കൂടെ കൂട്ടുമ്പോൾ 125 വന്നു. ബാക്കി ഈ ആംഗിൾ എത്രയായിരിക്കും? 125 കഴിഞ്ഞ് ബാക്കി 180യിലേക്ക് എത്തണമെങ്കിൽ 55 കൂട്ടണം. സോ ഈ ആംഗിൾ എത്രയാ വരിക? 55 ആണ് വരിക. ഓക്കെ, നമുക്കത് എഴുതാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആംഗിൾ എ നമുക്ക് 45 പ്ലസ് 30 പ്ലസ് ആംഗിൾ സി നമുക്ക് ഒന്നേ അറിയുള്ളൂ 50 എന്ന്, മറ്റേതറിയില്ല. മറ്റേ ആംഗിളിന് നമുക്ക് എന്ത് പേര് കൊടുക്കാം? DCA എന്ന് കൊടുക്കാം. ആംഗിൾ DCA is equal to 180 ഡിഗ്രി. ഇത് മൂന്നും കൂട്ടുമ്പോൾ നമുക്ക് 125 എന്ന് കിട്ടും. 125 ഡിഗ്രി പ്ലസ് ആംഗിൾ DCA is equal to 180 ഡിഗ്രി. Therefore ആംഗിൾ DCA is equal to 180യിൽ നിന്ന് ഈ 125 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ആവും. -125 ഡിഗ്രി ചെയ്യുമ്പോൾ നമുക്ക് 55 എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ അടുത്തൊരു കണ്ടീഷനാണ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡിയും 180 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞാൽ ബിയിൽ നമുക്ക് ആകെ ഒരു ആംഗിളേ അറിയുള്ളൂ. ബിനെ രണ്ടാക്കിയിട്ടുണ്ട്, അതിൽ ഒരു ആംഗിളേ അറിയുള്ളൂ, അത് 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി പ്ലസ് രണ്ടാമത്തെ ആംഗിളിന് നമുക്ക് പേര് കൊടുക്കാം ABD എന്ന്. ആംഗിൾ ABD പ്ലസ് ഡിയിൽ രണ്ടും അറിയാം. 45 പ്ലസ് 50 എന്ന് പറയുന്നതാണ് 180. ഇതിൽ തന്ന ആംഗിൾസ് ആഡ് ചെയ്ത് നോക്കാം. 30ഉം 45ഉം കൂട്ടിയാൽ 75, 75ഉം 50ഉം കൂടെ കൂട്ടിയാൽ 125 പ്ലസ് ആംഗിൾ ABD is equal to 180. സോ ആംഗിൾ ABD നമുക്ക് കിട്ടും 180 മൈനസ് 25 125 55 എന്ന് കിട്ടും. ഈ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഈ ആംഗിൾ കിട്ടിയ സ്ഥിതിക്ക് ആ ആംഗിള് വരുന്ന കോഡ് AD ആണ്. ADയിൽ വരുന്ന വേറൊരു ആംഗിളാണ് ABD. അപ്പോൾ അത് 55 എന്ന് ഡയറക്റ്റ് എഴുതിയാലും മതി. സോ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററലിലെ 4 ആംഗിൾസും കിട്ടിക്കഴിഞ്ഞു. അതാണ് നമ്മളോട് എഴുതാൻ ആദ്യം പറഞ്ഞത്. Therefore ആംഗിൾസ് ഇൻ ദ ക്വാഡ്രിലാറ്ററൽ, ചതുർഭുജത്തിലെ കോണുകൾ. ആംഗിൾ എ എത്രയാ വരിക? ചിത്രം നോക്കി എഴുത്. 30ഉം 45ഉം 75. ആംഗിൾ ബിയോ 30ഉം 55ഉം കൂട്ടിയാൽ 85. ആംഗിൾ സിയോ 55ഉം 50ഉം കൂടെ കൂട്ടിയാൽ 105. ആംഗിൾ ഡി 45ഉം 50ഉം കൂട്ടിയാൽ 95. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇതെല്ലാം ഒന്ന് കൂട്ടി നോക്കുമ്പോൾ 360 കിട്ടണം. 360 കിട്ടുന്നുണ്ടോ എന്ന് നോക്കി ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ പാർട്ട് ക്വസ്റ്റിനകത്ത് ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ക്വസ്റ്റിനും കൂടെ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്, ആൻസർ എഴുതാനുണ്ട്. ആംഗിൾസ് ബിറ്റ്വീൻ ദ ഡയഗണൽസ്, വികർണങ്ങൾക്കിടയിലെ ആംഗിൾസ്. അപ്പൊ ഏതൊക്കെയാണ് വികർണങ്ങൾക്കിടയിലെ ആംഗിൾസ്? അപ്പം ഇവിടെ AC ഒരു ഡയഗണലാണ്, വികർണമാണ്. BDയും ഒരു ഡയഗണലാണ്, വികർണമാണ്. അപ്പൊ അവയ്ക്കിടയിലെ ആംഗിൾസ് എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ ഈ പോയിന്റ് ആണ് രണ്ട് ഡയഗണൽസും ജോയിൻ ചെയ്യുന്ന പോയിന്റ്. അതിന് നമുക്ക് P എന്ന് കൊടുത്താൽ അവിടെ ഡയഗണൽ ഈ 4 ആംഗിൾസ് ഡയഗണൽ, ഈ 2 ഡയഗണൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ 4 ആംഗിൾസും നമുക്ക് എഴുതണം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു 2 ഡയഗണൽസ് വരച്ചപ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ 4 ട്രയാങ്കിൾസ് ആയി മാറും. ഓരോ ട്രയാങ്കിളിലും ആംഗിൾ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് APB കാണാം. ഈ APB കാണണമെങ്കിൽ ആംഗിൾ APB, സോ വിൽ റൈറ്റ് ആംഗിൾസ് ബിറ്റ്വീൻ ഡയഗണൽസ്. ആംഗിൾസ് ബിറ്റ്വീൻ ഡയഗണൽ, 2 ഡയഗണൽസ് ഇടയ്ക്ക് 4 ആംഗിൾസ് ഉണ്ടാവും. ഓക്കെ, ആംഗിൾസ് ബിറ്റ്വീൻ ഡയഗണൽസ്. ഓക്കെ, ആദ്യത്തെ ആംഗിൾ APB എത്ര വരും?
ആംഗിൾ എ പി ബി എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എ പി ബി നോക്കിയാൽ മതി. ട്രയാങ്കിൾ എ പി ബിയിലെ രണ്ട് ആംഗിൾസ് അറിയാം. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാ? 180യിൽ നിന്ന് ആ രണ്ട് ആംഗിൾസ് കൂട്ടിയത് കുറച്ചാൽ മതി. 55 പ്ലസ് 45. ദാറ്റ് ഈസ് 180 മൈനസ് 55ഉം 45ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും. 180യിൽ നിന്ന് 100 കുറച്ചാൽ 80 വരും. സോ 80 ഡിഗ്രി കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് എഴുതി കൂടെ എത്രയാണെന്ന്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് കാണേണ്ട കാര്യമില്ല. സോ therefore ആംഗിൾ CPD is equal to 80 degree. Opposite angles ആണ്. Vertically opposite angles. Vertically opposite angles. എതിർക്കോണുകൾ. ഇനി നമുക്ക് ഇത് കാണണമെങ്കിൽ ഈ ഒരു ആംഗിൾ BPC കാണണമെങ്കിൽ ആ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അവിടെ 15 30 80 ആയി. ബാക്കി ഇത് എത്രയായിരിക്കണം? 180 ആവണമെങ്കിൽ 100 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ എടുത്തിട്ട് അനുപൂരകമാണ് അല്ലേ, സപ്ലിമെന്ററി ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 വരണം. അപ്പൊ ഇത് 80 കിട്ടിക്കഴിഞ്ഞാൽ ഇത് 100 ആവണമെന്ന് ആ രീതിയിലും എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. അപ്പൊ ഇത് 100 കിട്ടും. അതായത് 180യിൽ നിന്ന് ആ 50യും 30യും കൂട്ടി ഇത് കുറയ്ക്കുന്നു. അപ്പൊ നമുക്ക് 180 മൈനസ് 80 ചെയ്യുമ്പോൾ 100 കിട്ടും. ഇത് 100 ആണെങ്കിൽ ഇപ്പുറത്തതും എന്ത് തന്നെയാണ്? 100 ആണ്. Therefore ആംഗിൾ APD is also equal to 100 degree. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ 3 ആംഗിൾസ് തരും. 3 ആംഗിൾസ് തന്നിട്ട് ഈ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ എല്ലാ ആംഗിൾസും ഡയഗണൽസിന്റെ ഇടയിലുള്ള ആംഗിൾസും കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 5 പേജ് നമ്പർ 59. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ചിത്രം ശ്രദ്ധിക്കുക. ഇൻ ദ പിക്ചർ bisectors of adjacent angles of the quadrilateral ABCD intersect at PQRS. Prove that PQRS is a cyclic quadrilateral. ചിത്രത്തിൽ ABCD എന്ന ചതുർഭുജത്തിന്റെ അടുത്തടുത്ത കോണുകളുടെ സമഭാജികൾ പരസ്പരം മുറിച്ചു കടക്കുന്ന ബിന്ദുക്കളാണ് PQRS. PQRS ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കും. ഇനി ചിത്രത്തിലേക്ക് നോക്കുക. ഇവിടെ ഞാൻ ബ്ലൂ കളറിൽ ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്. ABCD. ഇതിനെ ഓരോ ആംഗിളിനെയും എനെയും ബിനെയും സിനെയും ഡിനെയും ബൈസെക്ട് ചെയ്തുകൊണ്ട് വരകൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് എ എന്ന ആംഗിളിനെ 2 ഈക്വൽ ഭാഗങ്ങളാക്കുന്നു. അപ്പൊ ഞാൻ ഓരോന്നിനും എ എന്ന് കൊടുക്കുന്നു. രണ്ടും ഈക്വലാണ്. ബിനെ രണ്ടും ഈക്വൽ ആക്കുന്നു. അപ്പൊ ഞാൻ അതിന് ബി എന്ന് കൊടുക്കുന്നു. സിനെ 2 ഈക്വൽ ഭാഗങ്ങളാക്കുന്നു. സി. ഡിനെ 2 ഈക്വൽ ഭാഗങ്ങളാക്കുന്നു. ഡി. അങ്ങനെ ഈക്വൽ ഭാഗങ്ങളാക്കിയ ലൈനുകളാണ് എയിൽ നിന്ന് പോകുന്ന ഈ ലൈൻ, ബിയിൽ നിന്ന് വരുന്ന ഈ ലൈൻ, സിയിൽ നിന്നുള്ള ഈ ലൈൻ, ഡിയിൽ നിന്നുള്ള ഈ ലൈൻ. ഇവ പരസ്പരം മുറിച്ചു കടക്കുന്നതാണ്. അവ മുറിച്ചു കടക്കുന്ന പോയിന്റിന് പേരിട്ടിട്ടുണ്ട്. ഇവിടുത്തെ പോയിന്റിന് P, ഇവിടുത്തെ പോയിന്റിന് Q, ഇവിടുത്തെ പോയിന്റിന് R, ഇവിടുത്തെ പോയിന്റിന് S. അപ്പൊ ആ പോയിന്റുകളെല്ലാം നോക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരു പിങ്ക് കളറിൽ അതിനെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ക്വാഡ്രിലാറ്ററൽ ആയി. ആ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ആ ക്വാഡ്രിലാറ്ററലിന്റെ 4 പോയിന്റ് PQRSലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ വരയ്ക്കാൻ പറ്റുമെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? ഒരു ജോഡി എതിർക്കോണുകൾ അനുപൂരകങ്ങളാണെന്ന് പ്രൂവ് ചെയ്താൽ മതി. എ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി എന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം. ആംഗിൾ എസും ആംഗിൾ ക്യൂവും കൂട്ടിയാൽ 180 കിട്ടുമെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നമുക്ക് പുറകോട്ടേക്ക് ഒന്നും കൂടെ വരാം. നമ്മൾ ആദ്യം എടുത്തത് ക്വാഡ്രിലാറ്ററൽ ABCD ആണ്. അതിലെ ആംഗിൾസിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററലിലെ 4 ആംഗിൾസും കൂടെ കൂട്ടിയാൽ 360 ഡിഗ്രി ആണ് വരിക എന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. ഇൻ എ ക്വാഡ്രിലാറ്ററൽ ABCD, angle A plus angle B plus angle C plus angle D is equal to 360 degree.
ആംഗിൾ എ എത്രയാ വരിക? എയും ഉണ്ട് എയും ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്രയാ? 2a. ആംഗിൾ ബി 2b, ആംഗിൾ സി 2c, ആംഗിൾ ഡി 2d എന്ന് പറയുന്നതാണ് 360 ഡിഗ്രി. അപ്പൊ ഇതിലെല്ലായിടത്തും 2 ഉണ്ട്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ആ 2 നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. സോ 2aയിൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ ബാക്കി എ, ഇവിടെ ബി, ഇവിടെ സി, ഇവിടെ ഡി. അപ്പൊ അതിനെ നമുക്ക് ബ്രാക്കറ്റിലിട്ടു. അതായത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 2a, 2b, 2c, 2d. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? 360യുടെ പകുതി. 360 ഡിവൈഡഡ് ബൈ 2. മൾട്ടിപ്ലൈ ചെയ്ത 2നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയപ്പോൾ ഡിവൈഡഡ് ബൈ ആയി. സോ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറയുന്നത് 360 ബൈ 2, 360ന്റെ പകുതി 180 ഡിഗ്രി ആയിരിക്കും. ഇത് നമ്മൾ അവിടെ വെക്കുകയാണ്. നമുക്ക് തന്ന ഇൻഫർമേഷനിൽ കിട്ടിയ ഒരു റിസൾട്ടാണ് ഇത്. ഇനി നമ്മുടെ എയിം എന്താണെന്ന് അറിയാം. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? പി ക്യു ആർ എസ് എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി വി വിൽ ഷോ ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പൊ നമ്മളിവിടെ മാർക്ക് ചെയ്തത് ഉള്ളിലത്തെ ആംഗിൾസ് ആണല്ലോ. അപ്പോൾ ഈ ആംഗിളിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ആണ് ഈ പുറത്തുള്ള ഈ ആംഗിൾ. ഓക്കെ, ഈ ആംഗിൾ ക്യൂവിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ആണ് പുറത്തുള്ള ആംഗിൾ ക്യൂ. അപ്പൊ പുറത്തുള്ള ആംഗിൾ എസും ആംഗിൾ ക്യൂവും കൂട്ടിയാലും 180 എന്ന് പ്രൂവ് ചെയ്താൽ പോരെ? കാരണം ഇതിന് ഈക്വൽ ആണ് ഇത്, ഇതിന് ഈക്വൽ ആണ് ഇത്. അപ്പൊ അകത്തുള്ള ആംഗിൾസ് കൂട്ടിയാലും എന്ത് തന്നെ കിട്ടുള്ളൂ? 180. അപ്പൊ പുറത്തുള്ള ആംഗിൾ വരുന്നത്, എസ് വരുന്നത് ഒരു ട്രയാങ്കിളിൽ ഒരു ആംഗിൾ ആയിട്ടാണ്. ഇവിടെ എ എസ് ഡി എന്ന ട്രയാങ്കിളിൽ ഒരു ആംഗിളാണ് എസ്. അതേപോലെ ക്യൂ വരുന്നതോ ബി ക്യൂ സി എന്ന ട്രയാങ്കിളിലെ ആംഗിളാണ്. അപ്പൊ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഈ രണ്ട് ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, കൺസിഡർ ട്രയാങ്കിൾ എ എസ് ഡി. ഒരു തവണ ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ചിലർക്ക് 2 or 3 തവണ കേൾക്കേണ്ടി വരും. എന്താണോ നിങ്ങളുടെ ആ ഒരു മനസ്സിലാക്കിയ ആ ഒരു അളവ്, അതിനനുസരിച്ച് വീഡിയോ കാണാം. അതിനുശേഷം തന്നെ ഇത് എഴുതി നോക്കി പഠിക്കണം. ഓക്കെ, കൺസിഡർ ട്രയാങ്കിൾ എ എസ് ഡി. ഈ ട്രയാങ്കിളിലെ 3 ആംഗിൾസും കൂടെ കൂട്ടിയാൽ നമുക്കറിയാം എത്രയാ കിട്ടുക? 180 ഡിഗ്രി. ആംഗിൾ എ പ്ലസ് ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഒരു ത്രികോണത്തിന്റെ 3 കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് കിട്ടുക. അപ്പൊ ഈ ത്രികോണത്തിലെ 3 കോണുകളാണ് ആംഗിൾ എയും ആംഗിൾ എസും ആംഗിൾ ഡിയും. ആംഗിൾ എ എത്രയാണ്? ചിത്രം നോക്കിയിട്ട് എഴുതൂ. ആംഗിൾ എ, ആ ട്രയാങ്കിളിൽ ആംഗിൾ എ ആണ്. ആംഗിൾ എസ് നമുക്കറിയില്ല, അതാണ് നമുക്ക് ആവശ്യം. പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ഡി ആണ്, അതാണ് 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എസ് എഴുതാം. നമുക്ക് എയും ഡിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. സോ ഓൾറെഡി റൈറ്റ് സൈഡിൽ 180 ഡിഗ്രി ഉണ്ട്. ഈ പ്ലസ് എ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് എ ആകും, പ്ലസ് ഡി റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ഡി ആകും. സോ വി ഗോട്ട് ആംഗിൾ എസ്. Angle S is equal to 180 minus A minus D. This can be taken as equation number 2. ഇനി നമ്മൾ ക്യൂവിനെ കൊണ്ടുവരണം. ക്യൂവിനെ കൊണ്ടുവരാൻ we will consider the triangle BQC. ഈ ട്രയാങ്കിളിലെ 3 ആംഗിൾസ് കൂട്ടിയാലും 180 ഡിഗ്രിയാണ്. സോ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ സിയും എത്രയാണ് വരിക? 180 ഡിഗ്രിയാണ് വരിക. ആംഗിൾ ബി എത്രയാണ്? ആ ട്രയാങ്കിൾ ബി ക്യൂ സി, ചിത്രം അതിലേക്ക് തന്നെ നോക്കുക. അവിടെ ബി എത്രയാണ്? ബി ആണ്. ക്യൂ നമുക്കറിയില്ല, അതിന് ആംഗിൾ ക്യൂ തന്നെ എഴുതാം. സി ആണ്, അതാണ് 180 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് ആംഗിൾ ക്യൂ മാത്രം കാണണമെങ്കിൽ ഈ ബിനെ സിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. ഓൾറെഡി 180 ഡിഗ്രി റൈറ്റ് സൈഡിലുണ്ട്. ബി റൈറ്റ് സൈഡിലേക്ക് പോയാൽ മൈനസ് ബി ആവും, സി റൈറ്റ് സൈഡിലേക്ക് പോയാൽ മൈനസ് സി ആവും. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതാം. നമുക്ക് ഇക്വേഷൻ നമ്പർ 2ൽ ആംഗിൾ എസ് കിട്ടി, ഇക്വേഷൻ നമ്പർ 3ൽ ആംഗിൾ ക്യൂ കിട്ടി. ഇത് രണ്ടും കൂട്ടിയാൽ ആംഗിൾ എസും ആംഗിൾ ക്യൂവും കൂട്ടിയാൽ 180 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഐ ആം ആഡിങ് ഇക്വേഷൻ നമ്പർ 2 and 3. സോ ആംഗിൾ എസും ആംഗിൾ ക്യൂവും കൂട്ടുന്നു. അപ്പൊ റൈറ്റ് സൈഡിലുള്ള ആംഗിൾ, ഇക്വേഷൻ നമ്പർ 2ലെ റൈറ്റ് സൈഡ് എന്താണ്? 180 മൈനസ് എ മൈനസ് ഡി ആണ്. പ്ലസ് 3ലെ റൈറ്റ് സൈഡ് 180 മൈനസ് ബി മൈനസ് സി. ഓക്കെ, ഇനി ആഡ് ചെയ്യാം. ഒരേപോലത്തെ ടേംസ് ആഡ് ചെയ്യാം. നമ്പേഴ്സ് ഉണ്ട്. 180 പ്ലസ് 180 പ്ലസ് 180 എന്താണ്? 360 ഡിഗ്രി.
പിന്നെയുള്ള കോമൺ ആയിട്ടുള്ളതൊന്നുമില്ല. സോ നമുക്ക് ആദ്യം ഓർഡറിൽ എഴുതാം. -a എഴുതാം ആദ്യം. അത് കഴിഞ്ഞിട്ട് a കഴിഞ്ഞാൽ b ആണ് നമ്മൾ എഴുതുക. അപ്പൊ അത് -b ആണ്. ബിക്ക് തൊട്ട് മുന്നേ ഉള്ള ചിഹ്നം കൂടെ കൂട്ടി വേണം പറയാൻ. സോ -b. അടുത്തത് c എഴുതാം, -c. അടുത്തത് d എഴുതാം, -d. ഓക്കെ, അപ്പം 360 ഡിഗ്രി. ഈ എയിലും ബിയിലും സിയിലും ഡിയിലും ഒക്കെ നെഗറ്റീവ് ഉണ്ട്. ആ നെഗറ്റീവ് ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. ഓക്കെ, അപ്പം -aന്ന് a നെഗറ്റീവ് പോയ ബാക്കി പോസിറ്റീവ് ആണല്ലോ. സോ a. -bന്ന് നെഗറ്റീവ് പോയാൽ +b. -cന്ന് നെഗറ്റീവ് പോയാൽ +c. -dന്ന് നെഗറ്റീവ് പോയാൽ +d. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കി നോക്കൂ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 360 -a -b -c -d. ഓക്കെ, ഇനി 360 മൈനസ് നമുക്ക് ഒന്നാമതൊരു ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്കറിയാം എന്താണ്? a + b + c + d എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെയുള്ള a + b + c + dക്ക് പകരം എന്തെഴുതാം? 180 ഡിഗ്രി എന്ന് എഴുതാം. അപ്പൊ റീസൺ എന്തെഴുതിയാൽ മതി? ഫ്രം 1, ഒന്നിൽ നിന്നും. അപ്പൊ 360ൽ നിന്ന് 180 കുറച്ചാൽ 180 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ s + ആംഗിൾ q 180 ഡിഗ്രി കിട്ടി. ദാറ്റ് മീൻസ് ക്വാഡ്രിലാറ്ററൽ PQRSൽ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്. Therefore, one pair of ഒരു ജോഡി ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ആണെങ്കിൽ മറ്റേ ജോഡി ഓപ്പോസിറ്റ് ആംഗിൾസ് എത്ര തന്നെയായിരിക്കും? 180 ആയിരിക്കും. കാരണം ഒരു ക്വാഡ്രിലാറ്ററിലെ 4 ആംഗിൾസും കൂട്ടിയാൽ 360 കിട്ടണം. Therefore, one pair of opposite angles of quadrilateral PQRS are supplementary PQRS is cyclic. അനുപൂരകങ്ങളായതുകൊണ്ട് അത് ചക്രീയമാണ്.